പ്രിയമുള്ളവരെ, നമസ്കാരം. മിന്നൽ നിച്ചുവാണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ കാര്യങ്ങളൊക്കെ മുമ്പേ പറയുന്നൊരു കാര്യമാണ്, ഇലക്ഷൻ നിന്നുമ്പോഴത്തേക്ക് ഒരു ബിസിനസ് നടത്തി. ഉദാഹരണത്തിന് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത്. പഞ്ചായത്ത് ഇലക്ഷനിൽ ഏകദേശം അവർക്കൊരു 7,000-7,500 വരെ സാലറിയാണ് ഒരു മെമ്പറിന് കിട്ടുന്നത്. വിജയിച്ച ഒരു മെമ്പറിന് കിട്ടുന്നത്. മെമ്പറായാൽ ഇലക്ഷൻ നിന്നിട്ട് ഒരു 25,000 പൈസ മുടക്കും. എന്നിട്ട് മാസം 7,000 വെച്ചിട്ട് ഒരു സാലറി എടുക്കുന്ന ഒരു പരിപാടിയാണ് ആൾക്കാർ നോക്കുന്നത്. KKPP എന്ന് പറയുമ്പോൾ കിട്ടിയാ പോയാൽ പോയി, വിജയിച്ച് ഇല്ലെങ്കിൽ പോയി. മുമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 2007, 8, 9, 10 കാലഘട്ടങ്ങളിൽ SSLC കഴിഞ്ഞ പിള്ളേർ, ഉദാഹരണത്തിന് ഫീമെയിൽസ്, പെണ്ണുപിള്ളേരൊക്കെ TTC പഠിക്കാൻ പോകും, ടീച്ചർ ട്രെയിനിങ്. ആ ടീച്ചർ ട്രെയിനിങ് പഠിക്കാൻ പോയിട്ട് LKGക്കോ UKGക്കോ എന്തെങ്കിലും ടീച്ചറാവും. ആ പണി നിർത്തിച്ച് ഇപ്പം എല്ലാ ഫീമെയിൽ പെണ്ണുപിള്ളേരും ചെറുപ്പക്കാരെയൊക്കെ പോകുന്നവിടേക്കാ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാർ കണ്ടു. പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്നറിയോ? പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നാടിനെ അറിയുന്നവരായിരിക്കണം, ആ വാർഡിനെ അറിയുന്നവരായിരിക്കണം, ആ വാർഡിൽ എപ്പോഴും അലർട്ടായിട്ടുള്ള ആളായിരിക്കണം, നാടിനെ സേവിക്കുന്നവരായിരിക്കണം, വലിയ വേറെ ബിസിനസ്സോ പണമോ ഒന്നും ഇല്ലാത്തവരായിരിക്കണം. അവർക്കാകുമ്പോഴത്തേക്ക് ഒരു തുച്ഛമായ ശമ്പളം ഉണ്ടാകുന്നു. ഇത് നാടിനെ സേവിക്കുന്ന ഒരുപാട് ആൾക്കാരില്ല, അവർക്കൊരു സാലറി വെച്ചിട്ട് മുൻകൂറ്റം കൊടുക്കുന്ന, അതാണ് പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഏതോ ഒരു നാട്ടിൽ നിന്നിട്ട് കല്യാണം കഴിച്ച പെണ്ണുപിള്ളേരായിരിക്കും. ഇവിടെ പറ്റി വാർഡിനെ പറ്റിച്ചോ പൊളിറ്റിക്സ് എന്തോ പാർട്ടി എന്തോ ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇലക്ഷൻ നിൽക്കുന്നത്. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരിക്കലും നിങ്ങൾ വോട്ട് കൊടുക്കരുത്. നിങ്ങൾ വോട്ട് എങ്ങനെ കൊടുക്കണമെന്ന് അറിയോ? ഒരു വാർഡിനെ അറിയുന്ന ഒരാൾക്ക്, നല്ലപോലെ കഷ്ടപ്പെടുന്ന ഒരാൾ, ഒരു നമ്മളെ നാടിൻ്റെ ഒരു ലീഡർ, അതാണ് പഞ്ചായത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സംഭവം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ട ആൾക്കാർക്കും, സ്റ്റൈലുള്ള ആൾക്കാർക്കും, ചുന്നായ ആൾക്കാർക്കും, ഭാവിയിൽ ചില ആൾക്കാർ ഈ ഇലക്ഷൻ നിൽക്കുന്നില്ല, അവർക്കൊരു പേരും പെരുമയ്ക്ക് വേണ്ടി. ചില ആൾക്കാർക്ക് പണം ഉണ്ടാവും, ഒരു 10 പൈസൻ്റെ ഇതുണ്ടാവില്ല, പേരുണ്ടാവില്ല. ആ പേരും പെരുമക്കും അങ്ങനെയൊക്കെ ആയി നിൽക്കുന്ന ഒരാൾക്കാരുണ്ടാവും. അവർക്ക് ഒരിക്കലും സപ്പോർട്ട് കൊടുക്കില്ല. ഏത് പാർട്ടി ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, SDP ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. ഉദാഹരണത്തിന് ഒരു BJPക്കാരനാണ് വിചാരിച്ചു, അവൻ നാട്ടിലെ എല്ലാ വിഷയത്തിലും ജാതിയില്ല മതമില്ലാതെ പോരാടുന്നു, അവന് വോട്ട് കൊടുക്കാം. അതല്ല മുസ്ലിം ലീഗിനായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, SDP ആയിക്കോട്ടെ, ആരായും കുഴപ്പമില്ല. പക്ഷെ നാടറിയുന്ന ആൾക്കാർക്ക് മാത്രമേ വോട്ട് കൊടുക്കാവൂ. നാടിനെ അറിയുന്ന ആൾക്കാർക്ക് വോട്ട് കൊടുക്കാവൂ. ചിലപ്പോൾ ചില വാർഡിന് പെണ്ണുങ്ങൾക്കാണ് മുൻകൂട്ടുന്നത്. അപ്പോൾ അവർ ഭർത്താക്കന്മാരൊക്കെ ഒരുപാട് എല്ലാ കാര്യത്തിലും അലർട്ട് അയച്ചിരിക്കുന്നത്, അവർക്കൊക്കെ വോട്ട് കൊടുക്കുക. അല്ലാതെ ഒരു വിവരം ഇല്ലാതെ ഒന്ന് പൊളിറ്റിക്സ് എന്തെങ്കിലും പോലും അറിയാത്ത ഒരാൾക്കാരാണ് വെറുതെ ഒരു പേരിന് നിൽക്കുന്നത്. ചിലപ്പോൾ ഞാൻ പറയില്ലേ, 10, 25,000, 30,000 മുടക്കുക. ചിലപ്പോൾ വിജയിച്ചാൽ അവന്മാരെന്ത് ചെയ്യുന്നറിയോ? ഇതാക്കും. എന്താ പറയുമ്പോഴത്തേക്ക് വിജയിച്ചാൽ 7,500 സാലറി വയ്ക്കും. പിന്നെ 2 സ്ട്രീറ്റ് ലൈറ്റ് എപ്പോൾ ഇട്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിൽ പാസ്സാന്ന് വെച്ചാൽ കുറച്ച് അടിച്ചെടുക്കും. അതാണ് ആൾക്കാർ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ കള്ളത്തരം വരുന്നതാണ് ഈ വാർഡ് മെമ്പർ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ വാർഡ് മെമ്പറിനെ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെ ഉറപ്പുണ്ടെങ്കിൽ പാർട്ടി നോക്കാതെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താം. അതാണ് എനിക്ക് പറയാനുള്ളൂ. ഇത് ഒരു പാർട്ടിയെ പറ്റി പൊക്കി പറഞ്ഞതുമല്ല, ഒരു പാർട്ടിയെ പറ്റി തയത്തി പറഞ്ഞതുമല്ല. നമ്മൾ നാടിനെ നമ്മൾ സംരക്ഷിക്കണം. അതിനുള്ള യോജിതമായ ഒരാൾക്ക് നമ്മൾ വോട്ട് കൊടുക്കാവൂ എന്നറിയിക്കുന്നു. നന്ദി, നമസ്കാരം.